കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജീവിത സമരയാത്രയ്ക്ക് വാടനപ്പള്ളി സെന്ററിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷ സർക്കാരിന്റെ പെൻഷൻകാരോടുള്ള അവഗണനയ്ക്കും ദുർഭരണത്തിനും അവകാശ ലംഘനത്തിനും എതിരെയാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. ആത്മാവ് ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച പ്രകടനത്തോടെ വാടനപ്പള്ളി സെന്ററിൽ എത്തിച്ചേർന്നു. മണലൂർ, നാട്ടിക, ഗുരുവായൂർ നിയോജക മണ്ഡലങ്ങളിലെ ഭാരവാഹികൾ ജാഥയ്ക്ക് സ്വീകരണം നൽകി. മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ കെ വി മുരളി, ടി വനജ, സി ബാലൻ, എൻ ഡി ഈനാശു, എം എഫ് ജോയ്, കെ എസ് ദീപൻ, സുബൈദ മുഹമ്മദ്, എൻ ആർ അജിത് പ്രസാദ്, എ എൻ സിദ്ധപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അത് ഭരണഘടനാ പ്രകാരം ഞങ്ങൾക്ക് കിട്ടേണ്ട ജീവിക്കുവാനുള്ള പെൻഷൻ അത് ഈ കൊള്ള സർക്കാർ കവർന്നെടുക്കുകയാണ്. നിങ്ങളവർക്ക് 294 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഈ അയ്യപ്പ വിഗ്രഹം ഉൾപ്പെടെ, അയ്യപ്പ സംഗമം ഉൾപ്പെടെ ശബരിമലയിൽ കൊള്ള നടത്തിയ ഈ കൊള്ള സർക്കാർ, പിണറായി സർക്കാർ, കേരളത്തിലെ 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻ സമൂഹത്തിൽ നിന്നും കൊള്ള ചെയ്തിരിക്കുന്നു. ഇവിടെ ബാലേട്ടനും അതോടൊപ്പം തന്നെ വനിതാ ടീച്ചർ ഉൾപ്പെടെ ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ പറഞ്ഞു, ഇതൊരു കൊള്ള സർക്കാരാണ്. ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ പെൻഷൻ പറ്റി പിരിഞ്ഞവർക്ക് ജീവിക്കുവാൻ, മരുന്ന് വാങ്ങിക്കുവാനും അതോടൊപ്പം തന്നെ ജീവിച്ചു പോകുവാനുള്ള പെൻഷൻ തരുമ്പോൾ അതിൽ നിന്നും കൊള്ള ചെയ്തു കൊണ്ടുപോയ ഒരു സർക്കാർ, ആ സർക്കാരിനെ ഇനി നിലനിർത്തണമോ?